കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ വിവാദത്തിൽ SDPIക്ക് വോട്ട് ചെയ്യണമെന്ന് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ല എന്നും കോൺഗ്രസുകാരനായ സമീർ അഹമ്മദ് ഓഡിയോയിൽ പറയുന്നുണ്ട്. സജു ചാമക്കാലയിൽ വിവരങ്ങളുമായി. സജു, കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ല എന്ന് പറയുകയാണ് കോൺഗ്രസുകാരനായ സമീർ അഹമ്മദ് ഖാൻ. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന? എവിടെയാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്? അനുജ, അദ്ദേഹം പിന്നാക്ക വിഭാഗ മന്ത്രിയാണ്. ഇപ്പോൾ കർണാടകയിലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിയാണ്. ദാവൺഗരെ സൗത്ത്, അതോടൊപ്പം തന്നെ ബാഗൽകോട്ട് ഇലക്ഷൻ കഴിഞ്ഞ മാസം 9-ാം തീയതി കേരളത്തിനൊപ്പം തന്നെ നടന്നിരുന്നു. ഈ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പുതിയ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ ഇദ്ദേഹത്തിന് വിഭാഗക്കാരെ നിർണ്ണയിച്ചില്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ള ആവശ്യമൊക്കെ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിൻ്റെ വോട്ട് മറിക്കാൻ വേണ്ടി SDPയുടെ ഒരു നേതാവുമായി സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ പുറത്തു വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിന്റെ പേര് കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. അന്ന് തന്നെ ഇദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്ന് വ്യാപകമായി പ്രചരിച്ചിരുന്നു. പക്ഷേ മന്ത്രിമാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾക്കും ഈ ഓഡിയോ സന്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ മാധ്യമങ്ങളിലൂടെ അത് അത്ര വ്യാപകമായിരുന്നില്ല. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പ്രത്യേക സെക്രട്ടറി എന്ന നിലയിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന നടപടി ഉണ്ടായിരുന്നു. അന്ന് ഈ വിഷയത്തിന് പിന്നാലെ മുസ്ലിം വിഭാഗങ്ങളൊക്കെയും വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും DK ശിവകുമാറിനെതിരെയും ഉയർത്തിയിരുന്നു. ഇപ്പോൾ പുതിയ മന്ത്രിസഭ വരാൻ പോകുന്നതിൽ ഉപമുഖ്യമന്ത്രിയാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്, നിങ്ങൾ SDPIക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു SDPI നേതാവിനോട് സംസാരിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അനുജ, അതാണ് കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാനാണ് തന്റെ പ്രസ്താവന അല്ലെങ്കിൽ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ വിട്ടിലായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.